സ്വർഗസ്ഥനായ പിതാവേ, എല്ലാ നാമങ്ങളിലും ഉയർന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു. എല്ലാ മുട്ടുകളും യേശുവിന്റെ നാമത്തിൽ കൂപ്പണം. ഫിലിപ്പിയർ 2:9-11. ഇന്ന് ഞാൻ ആ നാമത്തിന്റെ അധികാരത്തിൽ നിൽക്കുന്നു. കർത്താവേ, ഞാൻ എന്നെയും എന്റെ വീടിനെയും യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു. എന്റെ ശരീരം, ആത്മാവ്, മനസ്സ് എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യവചനത്താലും ഞങ്ങൾ ജയിച്ചു. വെളിപ്പാട് 12:11. അതിനാൽ ഇന്ന് ഞാൻ ജയത്തിൽ നിൽക്കുന്നു. പിതാവേ, എന്റെ അറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ കുടുംബത്തിനു വേണ്ടിയും ഞാൻ മനസ്സ് തിരിയുന്നു. ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നീ ക്ഷമിക്കുന്നവരാണ്. 1 യോഹന്നാൻ 1:9. എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടുമായുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഞാൻ നിരസിക്കുന്നു. ഭയത്തോടുള്ള കരാറുകൾ ഞാൻ തകർക്കുന്നു. അറിയാമായോ അറിയാതെയോ തുറന്ന എല്ലാ വാതിലുകളും ഇന്ന് അടയ്ക്കുന്നു. യേശുക്രിസ്തു എന്റെ ജീവിതത്തിന്റെയും ഈ വീടിന്റെയും കർത്താവാണ്. പാമ്പുകളെയും വിഷവൃക്ഷകളെയും മെതിക്കാൻ അധികാരം നീ നൽകിയിരിക്കുന്നു. ലൂക്ക 10:19. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എല്ലാ അശുദ്ധാത്മാക്കളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ഭയത്തിന്റെ ആത്മാവേ, പോകുക. അടിച്ചമർത്തലിന്റെ ആത്മാവേ, പോകുക. അസുഖത്തിന്റെ ആത്മാവേ, പോകുക. വശീകരണത്തിന്റെ, മാന്ത്രികതയുടെ, നാശത്തിന്റെ ആത്മാക്കളെ, പോകുക. പിശാചിനെ പ്രതിരോധിക്കൂ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. യാക്കോബ് 4:7. ഇന്ന് നിങ്ങൾ പോകേണ്ടതാണ്. എന്നെയും എന്റെ വീടിനെയും കുറിച്ച് യോശുവ ജനത്തോട് അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ യോശുവ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ, ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ വാക്യം തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഊന്നി നടക്കുന്നു. യഹോവയെ സേവിക്കുന്നതിനോ അന്യദൈവങ്ങളെ സേവിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം ജനത്തിനുണ്ട് എന്ന് യോശുവ അവരെ ഓർമ്മിപ്പിക്കുന്നു. അതിന് മറുപടിയായി താനും കുടുംബവും യഹോവയെ സേവിക്കും എന്ന് യോശുവ പ്രഖ്യാപിക്കുന്നു. യോശുവ 24:15. പിതാവേ, പരിശുദ്ധാത്മാവിന്റെ തീകൊണ്ട് ഈ വീടിനെ ശുദ്ധീകരിക്കണമേ. ഓരോ മുറിയിലും നിന്റെ സാന്നിധ്യം നിറയട്ടെ. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നു, ഇരുട്ടതിനെ ജയിച്ചില്ല. യോഹന്നാൻ 1:5. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും ഞാൻ പൊളിക്കുന്നു. വംശപരമായ ശാപങ്ങൾ ഇന്ന് തകരുന്നു. പരാജയങ്ങളുടെ ചക്രങ്ങൾ ഇന്ന് അവസാനിക്കുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17. എന്റെ മനസ്സിൽ സ്വാതന്ത്ര്യം, എന്റെ വീട്ടിൽ സ്വാതന്ത്ര്യം, എന്റെ മക്കളിൽ സ്വാതന്ത്ര്യം. ഞാൻ ദൈവത്തിന്റെ പൂർണ്ണ ആയുധം ധരിക്കുന്നു. എഫേസ്യർ 6:10-18. എനിക്ക് വിരോധമായി ഉരുവാക്കുന്ന ആയുധം വിജയിക്കുകയില്ല. യേശയ്യാ 54:17. പരിശുദ്ധാത്മാവേ, ഈ സ്ഥലത്തു വരിക. അടച്ച വാതിലുകൾ മുദ്രവയ്ക്കുക. ദൈവദൂതന്മാരെ ഈ വീട്ടിനു ചുറ്റും നിയോഗിക്കണമേ. സങ്കീർത്തനം 91. ഇവിടെ സമാധാനം, ഇവിടെ സംരക്ഷണം, ഇവിടെ ജയം. യേശുക്രിസ്തു ഇവിടെ കർത്താവാണ്. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.